ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ പെയ്തല്ലേ? അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നേ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത പോലത്തെ മഴയായിരുന്നു കേട്ടോ ഉച്ച കഴിഞ്ഞ്. അപ്പോൾ അങ്ങനെ ആ മഴയുടെ ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കള വശത്തേക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു തടി കഷ്ണമാണ് കേട്ടോ അത്. അവരവിടെ ചാരി വെച്ചിരുന്നങ്ങാണ്ടാണ് മുകളിലത്തെ പറമ്പിൽ നിന്ന്. അത് നമ്മുടെ അങ്ങോട്ട് അടുക്കളയുടെ നടുക്കലിൻ്റെ അവിടെ ഷീൽഡുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണു കേട്ടോ. പിന്നെ കുറേ മാങ്ങയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ ശാലുവിന് കൊടുത്തു, കുറച്ച് ഞാൻ 2-3 ഞാനും എടുത്തു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അപ്പുറത്തെ വീട്ടിൽ അങ്ങോട്ടൊരു മരക്കൊമ്പ് വീണിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവർ വൃത്തിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ എന്തായാലും മുറ്റത്തേക്ക് ഇറങ്ങിയില്ല. ഇപ്പം ഒക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടിട്ട് കയറി പോന്നു കേട്ടോ. കുറച്ച് കഴിയട്ടെ എന്നോർത്ത്, കാരണം തണുപ്പുണ്ടേ, വെയിൽ വരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അകത്തെ പണിയൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തൂക്കാനും തുടയ്ക്കാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആ വെയിലിൻ്റേതായ പൊടിയും കാര്യങ്ങളൊക്കെ അകത്തുണ്ട് താനും. എത്ര തൂത്താലും തുടച്ചാലും പോകത്തുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പൊടിയൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ടി വി സ്റ്റാൻഡും മെഷീൻ്റെ ഒക്കെ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് നാളായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായി. കഴിഞ്ഞ ആഴ്ച പനിയൊക്കെ ആയിട്ട് ഇരിപ്പായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തുടയ്ക്കാനും തൂക്കാനും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹാള് തുടയ്ക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ ഈ സാധനങ്ങളൊന്നും തുടച്ച് വെക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു, ആരോഗ്യമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം സെറ്റായ സ്ഥിതിക്ക് തുടച്ചിടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മഴയൊക്കെ ആകുമ്പം പൊടിയും കുറയുമല്ലോ. അപ്പോൾ എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാണ് മോളുടെ ആക്രിപ്പെട്ടി. ഇതിനകത്തില്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അടുക്കളയിലെ സ്പൂണും തവിയും എല്ലാം ഇതിനകത്ത് കാണും കേട്ടോ. അപ്പം അതിനിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ അതൊന്ന് അടുക്കി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ അതിനകത്ത് പെറുക്കി ഇട്ട് വെക്കും കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വരിക, ഇത് അടുക്കി വയ്ക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വെച്ച് ഇത് കുടഞ്ഞിടുക, അതിനകത്ത് പിന്നെയും ഇതാക്കുക, ഇതൊക്കെയാണ് അവളുടെ ഹോബി കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങ് പോവേ. പിന്നെ ഇതെല്ലാം ഞാൻ കണ്ടില്ലേ, കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിലേക്കായിരിക്കും വയ്ക്കുക. ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലേക്കായിരിക്കും വയ്ക്കുക. ഇഷ്ടംപടി ഇടയുള്ളതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് അങ്ങ് വെച്ചേക്കുവേ. അങ്ങനെയാണ്, പിന്നെ എടുത്ത് വെക്കാമെന്ന് ഓർക്കും. പക്ഷേ ഇപ്പം മോളാണെങ്കിലും കൈ എത്തുന്നതുകൊണ്ട് അവിടെ വെക്കാനും പറ്റത്തില്ല. എന്ത് സാധനം അവിടെ വെച്ചാലും അവൾ അത് എടുക്കും. ഇപ്പം ടി വി ആണെങ്കിലും 32 ഇഞ്ചിൻ്റെ ടി വി ആണ് കേട്ടോ. അപ്പോൾ അതും കറക്റ്റാണ് വെച്ചിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളി പോലും ഇല്ല, അത്രയും ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ മോള് കയറുമ്പോഴാണെങ്കിലും സ്റ്റാൻഡ് വെയിറ്റ് ഇല്ലാത്ത ടി വി അല്ലേ, പുറകോട്ട് മറിഞ്ഞാലോ എന്ന് പേടിച്ച് ഇപ്പോൾ ഒരു സാധനം വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ചേ. ഇതുണ്ട് അവളുടെ 7ാം മാസത്തിലെ ഒരു ഫോട്ടോയാണ് കേട്ടോ. ഇപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ 1 വയസ്സ് പിറന്നാളിന് 1 തൊട്ട് 11 മന്ത് വരെയുള്ള ഫോട്ടോസ് ചെറിയ ഇതായിട്ട് പോളറോയിഡ് ഫോട്ടോസ് പോലെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് മിസ്സായിപ്പോയൊരു ഫോട്ടോയാണിത്. പിന്നെ ഈ സ്റ്റാൻഡൊക്കെ ഞാൻ എല്ലാ ആഴ്ചയിലൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. കുഞ്ഞുള്ളത് കൊണ്ട് പൊടി വയ്ക്കാനുള്ളത് വിചാരിച്ച് ആഴ്ചയിലൊക്കെ വൃത്തിയാക്കുമായിരുന്നേ. വയ്യാഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയൊന്നും വൃത്തിയാക്കാഞ്ഞും. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെ ഇങ്ങനെ ഇവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ അടുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പിന്നെയും ഇതാക്കുവേ, പിന്നെയും അടുക്കി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ആരെങ്കിലും കയറി വരുമ്പോഴാണെങ്കിൽ നമുക്ക്, പിന്നെ പിള്ളേരുള്ള വീടൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അതൊരു സന്തോഷമാണ്, പിള്ളേരുള്ളത് കൊണ്ടല്ലേ. അപ്പം അങ്ങനെ എന്തായാലും ഇന്ന് കുഞ്ഞിനെയും കൂട്ടി തന്നെ അടുക്കി വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അവളാകുമ്പോൾ കുറച്ച് നിരത്താനായിട്ട് മടിക്കുവേ. എടുത്ത് വെക്ക് എന്ന് പറയുമ്പോഴത്തേ അമ്മ എടുത്ത് വെക്ക്, എനിക്ക് വയ്യ എന്ന് പറയും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പെറുക്കി കൊടുത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയി സോഫയിൽ അടുക്കി വെച്ചിട്ട് നടപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന തുണിയെ, ടി വി തുടയ്ക്കാനായിട്ട് ഒരു തുണി എടുത്തുകൊണ്ട് വന്നായിരുന്നേ. അപ്പോൾ അതെന്തായാലും കൈക്കലാക്കിയിട്ടുണ്ട്. അവളുടെ വണ്ടി തുടയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്ത വണ്ടി തുടയ്ക്കട്ടെ. അപ്പം വണ്ടി തുടച്ച് ഞാൻ കഴുകിയൊക്കെ വെച്ചിരുന്നു. എന്നാലും അതത്തെ പണിഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ എനിക്ക് വലിയ ശല്യമില്ലാതെ അവിടെ നിന്നോളുവേ. അല്ലെങ്കിൽ പിന്നെ ടി വിയുടെ ഒക്കെ ഇടയിൽ കയറാൻ വരുമല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് നല്ലപോലെ തൂക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് തുണിയൊക്കെ കൊടുത്ത് അവൾ അങ്ങനെ വണ്ടിയൊക്കെ തുടച്ചുകൊണ്ട് നിന്ന സമയത്ത് ഞാൻ ടി വി സ്റ്റാൻഡൊക്കെ ഒന്ന് തൂത്ത് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചൂലിനൊക്കെ തൂത്തേ. അപ്പം ചെറിയ രീതിക്ക് എൻ്റെ മാറാലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടി വിയുടെ കാലയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തും. പെട്ടെന്ന് ഇവിടെ മാറാലയാവും കേട്ടോ. ഒരു തുടച്ചൊന്നും ഇല്ലെങ്കിലേ, തൂക്കുകയും തുടയ്ക്കുകയും ചെയ്തില്ലേ പെട്ടെന്ന് മാറാല കയറും. അത് എവിടെയാണെങ്കിലും, അത് വീടിൻ്റെ ഈ മൂലയിലൊക്കെ ആണെങ്കിലും ഉണ്ട്. അതുപോലെ കതകിൻ്റെ സൈഡിലൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തൂത്ത് വളച്ചൊക്കെ ഇടുന്നതാണ്. അപ്പോൾ അതൊക്കെ തൂത്തു. പിന്നെ ഒരു നനഞ്ഞ തുണി കൊണ്ട്, നനഞ്ഞെന്ന് വെച്ചാൽ അത്ര നനഞ്ഞല്ല, എന്നാലും ചെറുതായിട്ട് നനച്ചിട്ട് തുണിയൊക്കെ വെച്ച് തുടച്ചു വിട്ടു. അതാകുമ്പോൾ പൊടിയൊന്ന് നല്ല രീതിക്ക് പോകുമല്ലോ. അപ്പം അങ്ങനെ തുടച്ചേ, നല്ല രീതിക്ക് തുടച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ സെറ്റിയുടെ കാലും കൂടെ തുടയ്ക്കണമായിരുന്നേ. അപ്പോൾ അവിടെയും പൊടിയുണ്ടല്ലോ, അവിടെ നല്ല രീതിക്ക് തുടച്ചു. എന്നിട്ട് അതെല്ലാം തിരിച്ചെടുത്ത് വെച്ചു കേട്ടോ. മോളുടെ സൈക്കിള് 2ഉം ഞാൻ കഴിഞ്ഞ ദിവസം കഴുകിയായിരുന്നേ. കാരണം ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് പിന്നെ അതും പൊടി പിടിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാം തുടച്ച് വെച്ച്, അത് പുറത്ത് വെച്ച് കഴുകിയാണ് എടുത്തതേ. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു.
പിന്നെ ജനലും തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ അവിടെ ഒരു കലണ്ടറാണ് ഇട്ടിരുന്നത്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ ജനലും കൂടെ തുടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ജനലേക്കറ്റമാണ് കേട്ടോ പരിപാടി. അപ്പം ഈ സെറ്റി എടുത്ത് ഞാൻ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടായിരുന്നേ, കുറച്ചുകൂടെ ഇടയും കിട്ടും. പിന്നെ വെയിലൊക്കെ അല്ലേ, ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു രക്ഷയില്ല, ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടിട്ട് ജനൽ തുറന്നിടുവേ. അപ്പോൾ ഇനി വല്ല പാമ്പൊക്കെ കയറി വന്നാലോ എന്ന് പേടിച്ചിട്ട് സെറ്റി മാറ്റിയിട്ടു കേട്ടോ സൈഡിലേക്ക്. ഇതാകുമ്പോൾ ജനൽ തുറന്നിട്ടിട്ട് സെറ്റിയിലിരിക്കുമോ അല്ലെ പായ വിരിച്ചിട്ട് നിലത്തിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, കാണാമല്ലോ. എന്തെങ്കിലും പൂച്ചയോ പാമ്പോ ഒക്കെ കയറി വന്നാലും കാണുകയും ചെയ്യാം. അത്യാവശ്യം സ്പേസും ഉണ്ട്. അവൾ അതിലിങ്ങനെ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുക ഇടയ്ക്കകത്ത്. പിന്നെ വെയിലൊക്കെ ആകുമ്പോൾ പുറത്തിറക്കി വിടാനും പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഇപ്പോൾ വെയിലായതുകൊണ്ട് അംഗനവാടിക്കൊക്കെ അവധിയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെയും അങ്ങനെ തന്നെയല്ലേ, അംഗനവാടിക്കൊക്കെ അവധിയല്ലേ? അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അംഗനവാടി തുറന്നാലേ അംഗനവാടിയിലും പോകാനും പറ്റത്തുള്ളൂ. ഇതുവരെ അറിയിപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും മേശയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കുറച്ച് നോട്ട്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എനിക്ക് അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ മോൾ എണീക്കുന്നതിന് മുന്നേ ഞാൻ 2 അസൈൻമെൻറ്റ് എഴുതാനുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ അവിടെ വെച്ചേക്കുമായിരുന്നു, മാറ്റി എടുത്തു വെച്ചില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു. പിന്നെ വിളക്ക് കഴുകണമായിരുന്നു, അതെടുത്ത് മാറ്റി വെച്ചു. കണ്ണൻ്റെ ഒരു വിഗ്രഹം ഉണ്ട് കേട്ടോ, അതും എടുത്ത് മാറ്റി വെച്ചു. ഒരിടയ്ക്ക് അവൾ സ്ഥിരം അതെടുത്ത് വെച്ച് കൊണ്ടു നടന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് പൊട്ടിയിരിപ്പുണ്ട്, ഇനിയിപ്പോൾ അതൊന്ന് മാറണം. അപ്പോൾ ഇനി ബാക്കും കൂടെ പൊട്ടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ജനലൊക്കെ തുറന്നുവേ. അപ്പോൾ അതിനിടയിൽ മിഷ്യൻ്റെ സൂചി ഒടിഞ്ഞു പോകുന്നത് ഞാൻ സൈഡിൽ വെക്കുന്ന കേട്ടോ, പിന്നെ എടുത്ത് കളയാലോ എന്ന് ഓർത്തേ. പിന്നെ മറന്നു പോകും, ജനലങ്ങനെ തുറക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ തുറന്നിടാറുള്ളൂ, ഫ്രണ്ടിലോട്ടുള്ളതേ. ഭയങ്കര വെയിൽ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിന്നെ സൂചിയൊക്കെ എടുത്തുകൊണ്ട് ഞാൻ കയ്യാലപ്പൊത്തിലിട്ടു കേട്ടോ. ആ സമയം കൊണ്ട് കണ്ണൻ്റെ ഈ തലയിൽ വെക്കുന്ന സംഭവമൊക്കെ അടിച്ചു മാറ്റി കണ്ണനാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നേ. അപ്പം അങ്ങനെ ഇവിടെയൊക്കെ സെറ്റാക്കി. പിന്നെ മിഷ്യൻ വൃത്തിയാക്കുന്ന വീഡിയോ ഞാൻ എടുത്തായിരുന്നു കേട്ടോ, അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതിൽ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ചവിട്ടിയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ മിഷ്യനിരുന്ന് തയ്ക്കാനുള്ള സമയമൊന്നും ഇല്ല. തയ്ക്കാനിരിക്കുമ്പോഴത്തേക്ക് അവൾ എന്തെങ്കിലും ഒക്കെ ആയിട്ട് വരുവേ, അപ്പോൾ കൈയൊക്കെ ഇട്ടാലോ എന്ന് പേടിച്ച് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അപ്പം എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം വൃത്തിയായല്ലേ, ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. ഇനിയിപ്പോൾ മോൾ ഉറങ്ങിയതിന് ശേഷം വേണം ഒന്ന് തുടയ്ക്കാനായിട്ട്, തറയും കൂടെ ഒന്ന് തുടയ്ക്കണം. ഉച്ചയ്ക്ക് ആകുമ്പോഴേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വെയിലൊക്കെ വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ 11 മണിയായി, പക്ഷെ നേരം വെളുത്ത ഒരു വെളുപ്പിനെയുള്ള ഒരു സെറ്റപ്പിലല്ലേ ഇരിക്കുന്നത്. ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, വെയിലൊക്കെ വരുന്നതേ ഉള്ളൂ. എന്തുമാത്രം വെള്ളം കേട്ടോ ഒഴുകിപ്പോയിക്കൊണ്ടെന്ന് അറിയാം. ബാക്ക് സൈഡിൽ കൂടെ ഭയങ്കര ഇതായിട്ട് കിടക്കുമായിരുന്നേ, ഒരു രക്ഷയില്ല. മോളാണെങ്കിൽ മുറ്റത്തിറങ്ങാൻ റെഡി ആയിരിക്കുക. ഇത് കണ്ടോ പാവേനെയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അവളെപ്പോൾ പുറത്തിറങ്ങിയാലും അവൾക്ക് 3 പാവയുണ്ട് കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെള്ളം പിടിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഒരു ബക്കറ്റാണ്, അപ്പോൾ അഴുക്ക് വെള്ളമാണ്. ഇനി വരുന്ന മഴയ്ക്ക് നല്ല വെള്ളമായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഊറ്റിക്കളയും. അപ്പം ഊരിപ്പിഴിയാനോ അല്ലെങ്കിൽ അലക്കാനൊക്കെ എടുക്കാമല്ലോ, എന്നിട്ട് നല്ല വെള്ളത്തിൽ ഊരിപ്പിഴിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെച്ചിരുന്നതാണ്. അതാകുമ്പോൾ അത്രയും ചെളിയായിട്ട് അവിടെ കിടക്കത്തുമില്ല, ബക്കറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ബക്കറ്റ് നിറഞ്ഞു പോവുകയല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് നടവാതൊക്കെ തന്നെയാണ് കേട്ടോ, അതുകൊണ്ട് അങ്ങനെ വെച്ചതേ. അപ്പം ഞാനതൊക്കെ കളഞ്ഞിട്ട് വെള്ളമൊക്കെ പിടിച്ച് വെച്ചു, എന്നിട്ട് മുറ്റം തൂക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയിട്ടോ. ആ സമയത്തിന് ഇവിടെ ഒരാൾ എന്നെക്കാട്ടിന് മുന്നേ അലക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. ഞാൻ നോക്കിയപ്പോൾ തനിയെ സോപ്പ് പിന്നെ കയ്യെ പറ്റില്ല കേട്ടോ, ആ മറ്റേ ബോക്സിനകത്ത് ഇടുന്നതുകൊണ്ടേ അത് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ചെടികളുടെ കളക്ഷൻ കേട്ടോ. അപ്പോൾ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇത് ഞാൻ നട്ടു വെച്ചിരുന്നത്, അത് മുളച്ച് വരുന്നുള്ളൂ. അതിന് മുന്നേ ജനലിൽ കൂടെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് താഴേക്ക് ഇടുന്നതാണ് അവളെ. അപ്പോൾ അങ്ങനെ ബാസ്ക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ടോ, ഞാൻ മുട്ടത്തോടൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്, വെയിലൊക്കെ ഉണ്ടല്ലോ അതുണ്ടാവും. അപ്പോൾ കണ്ടോ വെള്ളമൊക്കെ ഉണങ്ങി വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പം മുറ്റം തൂക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ടല്ലേ കാണാൻ വെയിൽ. കുറച്ച് നേരം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പതിയെ മുറ്റം തൂക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന മുറ്റം തൂക്കാൻ ഇഷ്ടമേ അല്ല. ഇലയാണെങ്കിൽ നീങ്ങത്തേ ഇല്ല. ചെറിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് എപ്പോഴും എനിക്ക് ഇങ്ങനെ ശല്യമാണ് കേട്ടോ. എപ്പോഴും മുറ്റത്ത് കാണും. എനിക്കൊന്ന് കൊന്നയുടെ ഇലയാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അതിങ്ങനെ എപ്പോഴും ചെറിയ ഇലകളാണ്, ആ സൈസിൽ കൊന്നയുടെ ഇലയുടെ സൈസിലുള്ള ഇലയാണ്. അപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിങ്ങനെ എപ്പോഴും കാണും. പിന്നെ കൊക്കോയാട്ടോ, കൊക്കോയുടെ ഇല ഉണ്ടാവും. കൊക്കോയുടെ ഇല കുഴപ്പമില്ല, നീങ്ങുമേ. അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നീങ്ങിപ്പോവും. ഇത് ചെറിയ ഇലകൾ നീങ്ങത്തുമില്ല. എപ്പം മുറ്റത്തിറങ്ങിയാലും എനിക്ക് കുറേ തൂക്കാനും കാണും. കാറ്റാണേ, ഭയങ്കര കാറ്റാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കും. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് പോർഷനാണ് കേട്ടോ, തൊട്ടപ്പുറത്തും അതുപോലെ തന്നെ ആൾക്കാരുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ പാമ്പിൻ്റെ ശല്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം വെട്ടി വൃത്തിയാക്കിയൊക്കെ ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് മോൾ വശമൊക്കെ ഇത്രയും നീറ്റായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അടഞ്ഞ് ഇരുണ്ടാണ് കിടന്നുകൊണ്ടിരുന്നത്. അന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാകുമായിരുന്നു, വല്ല പാമ്പൊക്കെ കാണുമോ, തണുപ്പൊക്കെ അല്ലേ, ചൂടൊക്കെ കുറവ് സമയമായിരുന്നു അന്ന് ആ സൈഡിലേക്ക്. അതുകൊണ്ട് അതൊക്കെ വെട്ടിക്കളഞ്ഞിപ്പോൾ നല്ല വെയിലായിട്ടോ. ചെറിയൊരു വെയിൽ വരുമ്പോഴത്തേക്കും തന്നെ
നമുക്ക് നല്ലപോലെ വെയിൽ കിട്ടും. അപ്പം അങ്ങനെ ഇത് ഇവിടെ എല്ലാം തൂത്തത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ നടവാതിക്കൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കാതെ തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ തൂത്ത് കളഞ്ഞു കേട്ടോ. പിന്നെ ആ നടവാതിക്കലേക്ക് കിടന്ന തടിക്കഷ്ണം ആ മുകളിലത്തെ വലിയ കൊച്ച് തന്നെ വന്ന് അതെടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവൻ മാറ്റിയിട്ട് കയറിപ്പോയേ. അന്നേരം നമ്മൾ അകത്ത് ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞതുമില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ വിളിക്കാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നത് മാറ്റുവാണെങ്കിൽ. ഇപ്പോൾ മുകളിലേക്ക് കയറി പോകാനും പറ്റത്തില്ല എനിക്ക്. ഇനിയിപ്പോൾ അലക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാവിലെ ഏട്ടന് പോകേണ്ടതുകൊണ്ട് ചോറും കാപ്പിയൊക്കെ അതും കഴിയുവേ. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനിയിപ്പം മോള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറക്കുക, പിന്നെ ഒന്ന് തുടയ്ക്കണം, അത്രയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം കേട്ടോ. മുറ്റം തൂക്കൽ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ടാസ്ക് തുണിയലക്കാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ വെയിലൊക്കെ വന്നതുകൊണ്ട് ഒരു സമാധാനമുണ്ട്, തണുപ്പൊക്കെ മാറി കേട്ടോ.